അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ വളരെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോക്കൽ യൂസേജാണത്. അതായത് അത്ര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥനെ ഞങ്ങൾ വർണ്ണിക്കുന്ന ഒരു രീതിയാണെന്നും കൂടി പറയാം. അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് മാർബിൾ ആർച്ച് കേവ്സ്. ഇത് നോർത്തേൺ അയർലൻഡിലാണുള്ളത്. 7.1 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുന്ന ഒരു ഗുഹാ സമുച്ചയം. 3 വ്യത്യസ്ത നദികൾ മെർജ് ചെയ്ത് ഒരു നദിയായിട്ട് ഒഴുകുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് പോവാം. 1.5 മണിക്കൂറോളമായിരുന്നു ഞങ്ങൾ ഈ ഒരു ഗുഹ എക്സ്പ്ലോർ ചെയ്തത്. പക്ഷെ അതൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 1895 വരെ ഒരാളും ഇതിൽ കയറി നോക്കാൻ പോലും ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം വെച്ചാൽ ലോക്കലി പറയുന്ന കുറേ ഗോസ്റ്റുകളുടെയും ഗോബ്ലിൻ്റെയും കഥകളൊക്കെ കൊണ്ട് ആൾക്കാർ ഭയങ്കര പേടിച്ചിട്ടായിരുന്നു ഇതിൽ നോക്കി കാണുന്നുണ്ടായിരുന്നത്. ഒരു വലിയ മലയുടെ ചെങ്കുത്തായിട്ടുള്ളൊരു ചെരുവിൽ ഉള്ള ചെറിയ വിടവിലൂടെയാണ് നമ്മൾ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്നത്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാം. നമ്മൾ വരുന്ന വഴിക്ക് 2 പേര് ആ ഒരു കയറുമ്പ് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവരാണ് ഈ ഗുഹ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആൾക്കാർ. നിങ്ങൾക്ക് ഊഹിക്കാവുന്ന പോലെ തന്നെ ഗുഹയുടെ ഉള്ളിൽ കൂരിരുട്ടാണ്. ഈ ഒരു ഗുഹ 1895 ഈ 2 പേര് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ക്യാൻഡിൽ ലൈറ്റും അതുപോലെ തന്നെ മാഗ്നീഷ്യം ഫ്ലയറുമാണ്. നമ്മൾ മൂവികളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ആ ഒരു ഇതും വെച്ചിട്ടാണ് ഇവർ ഇത്രയും വലിയൊരു ഗുഹ എക്സ്പ്ലോർ ചെയ്തത്. ഇതിൻ്റെ പല എൻട്രൻസുകളുണ്ട്. ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്ന ഒരു എൻട്രൻസ് കൂടെയാണ് നമ്മൾ പോകുന്നത്. ബാക്കിയെല്ലാം അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ GPS അങ്ങനത്തെ ഒരു വക പരിപാടികൾ നമുക്ക് കാണാൻ പറ്റില്ല. മൊബൈൽ നെറ്റ്വർക്കില്ല, ഒന്നുമില്ല. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ രക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ദുർഘടമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗൈഡുകളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇവർ ഇതിലേക്ക് പ്രവേശനം പോലും അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദൂരം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പോയിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങാനും പോയി തലയിടിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗൈഡുമാരെ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് നമ്മളൊരു ബോട്ട് യാത്രയാണ്. ഈ ബോട്ട് സാധാരണ ബോട്ടുകൾ പോലെ ഈ താഴോട്ട് നമ്മൾ കണ്ടിട്ടില്ല ഒരു കോൺ ആകൃതിയിലുള്ളൊരു ഷേപ്പ്. ഈ ബോട്ട് അങ്ങനെയല്ല, ഇത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോട്ടാണ്. കാരണം വെച്ചാൽ ഇത് നമ്മൾ പോകുന്ന ഒരു 10 മിനിറ്റോളം പറഞ്ഞില്ല ഈ ബോട്ടിങ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ താഴെ പല ഷാർപ്പായിട്ടുള്ള കല്ലുകളും പാറകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ബോട്ടിൻ്റെ അടിത്തട്ട് തട്ടാനുള്ള സാധ്യത പരിഗണിച്ചിട്ടാണ് അവർ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോട്ട് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഈ പാറയുടെ സർഫസുകളൊക്കെ നോക്കിയാൽ കാണാം. ഇത് ഈ ഉൽക്കാശിലകളുടെയൊക്കെ പോലെയുള്ളൊരു സർഫസാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളോട് കൂടിയിട്ടുള്ള പാറകളാണ്. അപ്പോൾ ഈ ഗുഹകളുടെ ഉള്ളിലൂടെയാണ് ഈ നദികളൊക്കെ ഒരുമിക്കുന്നതും ഒരുമിച്ച് പുതിയൊരു നദിയായിട്ട് ഒഴുകുന്നതൊക്കെ. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പാറകളാണ് ഇതൊക്കെ. കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് മുന്നോട്ടായിട്ട് വരും. നമ്മളിത് ഇപ്പോഴും ശരിക്കായിട്ടുള്ളൊരു ഭാഗത്ത് എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോഴും നമ്മളെ ബോട്ടിങ്ങിലാണ്. ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി നടന്നു തുടങ്ങുമ്പോഴാണ് നമ്മളെ കൂടുതൽ മാസ്മരികമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പുറലോകമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഗൈഡിൻ്റെ കയ്യിലുള്ള ഈ വോക്കി ടോക്കികൾ മാത്രമാണ്. കാരണം വെച്ചാൽ ഈ റേഡിയോ തരംഗങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കമ്മ്യൂണിക്കേഷനോടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവം. പിന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ കേവ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കേവ് അല്ല, പല ഭാഗങ്ങളിലേക്കും എക്സ്റ്റൻഷനുള്ള കേവാണത്. പല ഭാഗത്തു നിന്ന് ഇങ്ങനെ ഓരോ ഗുഹാ മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈവൻ മേലോട്ട് ഇപ്പോൾ ഈ ബോട്ടിൽ പോകുമ്പോൾ അധികം ഉയരത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല, വലിയ ഉയരമില്ല. പക്ഷേ ഈ ബോട്ട് യാത്ര കഴിയുന്നിടത്ത് മുതൽ ഈ ഗുഹ ഭയങ്കര ഹൈറ്റിലും ഉണ്ട്. വെള്ളത്തിന് 4.1 മീറ്റർ വരെ ആഴമുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത് നമ്മളോട് പ്രത്യേകം ഗൈഡ് പറഞ്ഞായിരുന്നു വെള്ളത്തിലേക്ക് കൈ ഇട്ട് എന്താ പറയുക, വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു പ്രവണതയൊന്നും കാണിക്കരുതെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ ഷാർപ്പായിട്ടുള്ള പാറകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുറിവ് പറ്റാനും കാര്യങ്ങളൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. കണ്ടില്ലേ, മേലൊക്കെ ഓരോ ഗുഹാ മുഖങ്ങൾ പോലെയൊക്കെ. ഇത് മേലെ മാത്രമല്ല, സൈഡുകളിലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര ഏകദേശം അവസാനിക്കാനായി. ഇനി ബോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഗുഹാ ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മുതൽ തന്നെ ഗുഹയുടെ വലിപ്പവും ഏകദേശം കൂടി തുടങ്ങി. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് എത്തുന്നതിന് മുമ്പായിട്ടാണ് 3 നദികൾ മെർജ് ചെയ്ത് ഒന്നായിട്ട് ഒഴുകുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ താഴെയാണ്. അതുകൊണ്ട് ബോട്ടിങ്ങും ഈ ഗുഹ എക്സ്പ്ലോറേഷൻ കാര്യങ്ങളൊക്കെ അവർ അനുവദിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ മെല്ലെ സേഫായിട്ട് ബോട്ടിൽ നിന്നെല്ലാം പുറത്തോട്ട് ഇറങ്ങി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്ന വഴികളിൽ നിങ്ങൾ സീലിങ്ങിനും അതായത് ഗുഹയുടെ മുകൾ ഭാഗത്തും സൈഡ് ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മില്യൺസ് ഇയേഴ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ള കുറേ ഫോർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും.
കാലങ്ങളായിട്ട് ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ കക്ക പോലുള്ള ജീവികളുടെ ഷെല്ലുകളിൽ നിന്നുള്ള കാൽസ്യം എല്ലാം അടിഞ്ഞു കൂടിയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഫോർമേഷൻസാണിത്. അപ്പോൾ പ്യുവറായിട്ടുള്ള കാൽസൈറ്റുകളിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഫോർമേഷൻസ് പ്യുവർ വൈറ്റ് ആയിരിക്കും. പിന്നെ അതിൽ കൂടുതൽ മിനറൽസ് മിക്സ് ആകുമ്പോൾ അതിൻ്റെ കളേഴ്സൊക്കെ ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ടാവും. ഈ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഈ സീലിങ്ങിലൂടെയൊക്കെ ഡ്രിപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഈ കെമിക്കൽസ് ആയിട്ടുണ്ടാകുന്ന റിയാക്ഷനിലാണ് ഈ ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി മെല്ലെ മെല്ലെ നമുക്കതെല്ലാം കാണാൻ പറ്റും. ഇതുണ്ടല്ലോ, നമ്മൾ നടക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത്. ഈ സൈഡുകളിലൊക്കെ ഷാർപ്പായിട്ടുള്ള പാറകളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ മേലിൽ നിന്ന് പാറ ഇടിഞ്ഞ് വീണ് വഴി ബ്ലോക്കായിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞത് അടുത്ത കാലത്തൊന്നും അങ്ങനെ പാറ ഇടിഞ്ഞ് വീണിട്ടില്ല എന്നാണ്. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയൊരു ചിരി ഉണ്ടായിരുന്നു ഗൈഡ് പറയുമ്പോൾ. അതുകൊണ്ട് എത്രത്തോളം അവർ പറഞ്ഞത് സത്യമാണെന്ന് അറിയില്ല. എന്തായാലും യാത്ര ഇത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. പിന്നെ ഈ ഗുഹയുടെ ഉള്ളിൽ പുറത്തതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി തണവ് കൂടുതലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളും ധരിച്ചിരിക്കണം എന്ന് ഇവർ നിർബന്ധം പറഞ്ഞായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും നമ്മുടെ ഗൈഡ് അവിടുത്തെ പ്രത്യേകതകളെല്ലാം നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് കാലങ്ങളായിട്ട് വെള്ളം ഒഴുകി പരിണമിച്ചിട്ടുള്ള പാറകളാണ് ഇങ്ങനെയൊക്കെ. $1.5 മില്യൺ ആൾക്കാർ ഈ ഗുഹ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ടിൽ ടു ഡേറ്റ്. ഇതുവരെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സാധാരണ കേവുകളിൽ നമ്മൾ കാണാൻ പറ്റുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇതുവരെ നമ്മൾ കണ്ടത്. ചില കേവുകളിൽ മാത്രമേ നമ്മൾ പറഞ്ഞ പോലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടാവുള്ളൂ. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഗുഹയ്ക്കുള്ള കൂടുതൽ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നില്ല. കാരണം വെച്ചാൽ അതുമാതിരിയുള്ള ഒരു അപ്പിയറൻസാണ് ഈ ഗുഹയുടെ ഉള്ളിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ, അതായത് ഇത്രയും കാലം ഈ ഗുഹ സൂര്യപ്രകാശം പോലും ഏൽക്കാതെ കിടക്കുന്ന ഒരു ഗുഹയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് കണ്ടോ, ഇവിടെ മുതലാണ് നമുക്കിനി കാണാൻ പറ്റുക. ഈ സീലിംഗിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കുന്ന ചില ഫോർമേഷൻസ് കാണാൻ പറ്റും. അതുപോലെ താഴെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് വളർന്നു നിൽക്കുന്ന ഫോർമേഷൻസും കാണും. ഇതിന് രണ്ടിനും ഇവർ പറയുന്ന പേരുകൾ വ്യത്യാസമാണ്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഈ ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർമേഷൻസിനെ നമ്മൾ പറയുന്നത് സ്റ്റാലക്ടൈറ്റ്സ് എന്നാണ്. അത് ഈ പറഞ്ഞ പോലെ കാൽസൈറ്റുകളും പിന്നെ പല മിനറൽസും മിക്സായിട്ട് കാലാന്തരത്തിൽ രൂപപ്പെട്ട് വരുന്ന സംഭവങ്ങളാണ്. അത് 5000 വർഷങ്ങൾ കൊണ്ടാണ് അതൊരു 0.5 സെൻറ്റിമീറ്റർ വളരുന്നത് എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് കേവ് കർട്ടൻസ് എന്ന് പറയുന്നത്. ഇതിലത്തെ കണ്ടൻറ്റ് സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഫോം ചെയ്തിട്ടുള്ള ഒരു രീതി കൊണ്ടാണ് അതിനെ കർട്ടൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരും മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുറേ ഇതിൻ്റെയൊക്കെ ഒരു കഷ്ണങ്ങൾ മിസ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട് ആരും ഇതിൽ ടച്ച് ചെയ്യരുതെന്ന്. കാരണം വെച്ചാൽ പറഞ്ഞില്ലേ 5000 വർഷം കൊണ്ട് 0.5 സെൻറ്റിമീറ്റർ ഇത് വളരുള്ളൂ. പിന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങൾ കണ്ട് അതിലത്തെ ഈ ഫോർമേഷൻസൊക്കെ നന്നായിട്ട് ആസ്വദിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഗുഹയിലെ പല സ്ഥലത്ത് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ തന്നെയാണോ എന്ന് വരെ സംശയം തോന്നിപ്പോകും. എൻ്റെ ലൈഫിൽ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള യാത്രകൾ വളരെ കുറവാണ്. സത്യമായിട്ടും ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതേ സമയം നമ്മൾ ഈ ഗുഹയുടെ അകത്ത് കൂടെ നടക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തായതുകൊണ്ട് നമുക്ക് ആ ഒരു മഴ ഉണ്ടെന്ന് പോലും അറിയുന്നില്ല എന്ന് മാത്രം. പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുറച്ചേശ്ശെ വെള്ളം ഡ്രിപ്പ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ കൂടുതലായിട്ടുള്ള ഒന്നും നമ്മൾ പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ഇതിനകത്താകുമ്പോൾ ഇല്ല. ഈ കുട്ടിയും കൂടുതൽ വാശിയൊന്നും പിടിക്കാതെ നടക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതൊക്കെ പോയി. അതല്ലാതെ ഇവളെയും 1.5 മണിക്കൂർ ഏറ്റി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുഷ്കരമായിട്ടുള്ളൊരു യാത്രയാവും. എന്നൊക്കെ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നുള്ളത്. ഈ കാണുന്ന വെള്ളം കാണുന്നുണ്ടല്ലോ, ഈ പുഴകളുടെ സൈഡിലൊക്കെ നമ്മൾ സാധാരണ ബീച്ചിൻ്റെ സൈഡിൽ കാണുന്ന പോലെ ഉരുണ്ട കല്ലുകളും സാൻഡും എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു ബീച്ച് ആണെന്ന് തന്നെ നമുക്ക് പറയാം.
അത്രയും നല്ല ഉരുണ്ട പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലൈറ്റ് അധികം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കതൊന്നും കാണാൻ പറ്റാത്തത്. ഇവർ ചില സ്ഥലങ്ങളിൽ മാത്രമേ ലൈറ്റ് വെച്ചിട്ടുള്ളൂ. അതും നമ്മളവിടെ എത്തുമ്പോൾ മാത്രമേ അവർ ആ ലൈറ്റ് ഓൺ ചെയ്യുള്ളൂ. ആ എത്തുന്ന വരെ അവിടെ കുരു ഇരുട്ടായിരിക്കും. നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആ ഗൈഡ് അവിടുത്തെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ മാത്രം ചില പാറകളുടെ ഇടയ്ക്ക് ചെറുതായിട്ട് അരണ്ട വെളിച്ചം മിന്നും. ഇതാണ് നമുക്ക് അവിടെയുള്ളൊരു വെളിച്ചം. ഇത് ഈ കാണുന്നതില്ലേ അത് വെള്ളമാണ്. പക്ഷെ അത് ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് ആ പാറയുടെ റിഫ്ലക്ഷൻ കാണുന്നതുകൊണ്ട് വെറും പാറകൾ പോലെ മാത്രം നമുക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം വെള്ളമുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഈ വെള്ളം ഒഴുകി വരുന്ന ചില വഴികളാണ് ഈ ഗുഹ പോലെ കാണുന്നത്, അല്ലെങ്കിൽ ഈ കുഴൽ പോലെ കാണുന്നത്. ഇതിന് പുറമെ ഈ മലയുടെ മുകളിൽ നിന്ന് ഗുഹയിലേക്ക് എത്തുന്ന രീതിയിൽ കുറേ കുഴികളല്ല, ഓരോ പൈപ്പിൻ്റെയൊക്കെ ഒരു വണ്ണത്തിലുള്ള ഓരോ കുഴികൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എയർ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. ഈ കാണുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ബാക്കിയെല്ലാം ഈ ഒരു കമ്പ് പോലെയല്ലേ കാണുന്നത്. ഇതിനെ ഇവർ പറയുന്നത് കോളിഫ്ലവർ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്, ആ ഒരു അപ്പിയറൻസ് കൊണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു 10-25ഓളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഓരോ ബാച്ചായിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ബാച്ചിൽ 25ഓളം ആൾക്കാരാണ് അവരെടുക്കുന്നത്. ഈ പോകുന്ന ഗുഹയിൽ 3 യുവാക്കൾ മരിച്ചായിരുന്നു. 3 യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, 20-21 വയസ്സുള്ള 3 പേര്. അവരിതുപോലെ ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി പോയതാണ്. ആ സമയത്ത് ഇതിൽ നദികൾ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ വെള്ളത്തിൻ്റെ ലെവൽ കൂടി അവരതിലങ്ങനെ മുങ്ങി മരിക്കുക ചെയ്തത്. അതേ പിന്നെ ഇവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വളരെയധികം അവർ കൂട്ടിയായിരുന്നു. ഈ ഒരു സ്ട്രക്ചർ വളരെ മനോഹരമായിരുന്നു. തട്ടുകളായ പോലെ ഉള്ള ഫോർമേഷൻസ്, അതിൽ കുറച്ച് വെള്ളം കളക്ട് ചെയ്ത്, ഇതെല്ലാം എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള വ്യൂ ആയതുകൊണ്ട് കൂടുതൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് ഈ യാത്ര ഉണ്ടായത്. ഇതിലൊക്കെ എത്ര ലെയറാന്ന് നമുക്ക് എണ്ണാൻ പോലും പറ്റില്ല. അത് കാലങ്ങളോളം ഇങ്ങനെ എന്താ പറയുക, കാലാന്തരത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഓരോ ഫോർമേഷൻസാണിത്. അടക്കുകളായിട്ടാണ് ഇതിങ്ങനെ ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. ഇതുണ്ടോ, ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭൂമിയിലാണെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. ഇതൊന്നും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, ശരിക്കും അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തെത്തി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുണ്ട്, ഇതിൽ ചില ഭാഗങ്ങളൊക്കെ ആൾക്കാർ അടർത്തി എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് ഓൾറെഡി. ഇവിടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഗൈഡ് ഞങ്ങൾക്കൊരു ഇത് കാണിച്ചു തരുന്നു, ഒരു സ്റ്റാലക്ടൈസ് കാണിച്ചു തന്നായിരുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും നീളം കൂടിയായിട്ടുള്ള സ്റ്റാലക്ടൈസ്. അത് ഏതൊരു ബിരുദൻ അതിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ അയാളെ ഇപ്പോൾ അത് കുറച്ച് കാലം മ്യൂസിയത്തിലുണ്ടായിരുന്നു. പിന്നെ അവരത് തിരിച്ചു കൊണ്ടുവന്ന് സം കൈൻഡ് ഓഫ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് അത് അവർ ഫിക്സ് ചെയ്യാൻ നോക്കി. പക്ഷേ അത് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ആ ഫിക്സ് ചെയ്ത ഭാഗം നമുക്ക് വേറൊരു ഡിഫറെൻറ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഗുഹയുടെ ഭാഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതുവരെ നമ്മളെ ബോട്ടിങ് കഴിയുന്ന വരെയുള്ള ഭാഗങ്ങളൊന്നും ഭയങ്കര വ്യത്യസ്തമാണ്. ഇവിടെ എല്ലായിടത്തും ഈ സ്റ്റാലക്ടൈസും അതുപോലെ ഇത് കണ്ടൊരു കുട പോലെയൊക്കെയുള്ള ഓരോ ഫോർമേഷൻസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാനൊക്കെ ഇങ്ങനത്തെ സ്ഥലം മുമ്പ് മൂവികളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നദികളിലും ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ ഉള്ള പോലെ ഉരുണ്ട കല്ലുകൾ,
ഹീവ് അപ്പോഴേക്കും നടന്ന് മടുത്തു. 1.5 മണിക്കൂർ നടന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ മെല്ലെ നമ്മുടെ ഒക്കത്തേക്ക് കയറിയിട്ടുണ്ട്. Stalactites. Up on top here we have a stalagmite. Here we have a cave curtain, and there's also a cascade forming here. There's also a formation we haven't met yet. So I'm going to shine my light in a minute. This is called a cave column. A cave column is formed when a stalactite and stalagmite meet and join together. To the right of the cave column, you can see we have another stalactite and stalagmite. These two are 12 centimeters apart, so therefore it's said to meet 6,000 years, as they both had to grow 6 centimeters. സ്റ്റാലക്ടൈസിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ ഇതിന് പല പേരുകളുണ്ട് അതിൻ്റെ രൂപങ്ങൾക്കനുസരിച്ചിട്ട്. അതാണ് ഇപ്പോൾ നമുക്ക് ഗൈഡ് വിശദമായിട്ട് ടോർച്ച് അടിച്ചിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കേവിലുള്ള പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പുറം ലോകത്തേക്ക് കടക്കുകയാണ്. സൂര്യവെളിച്ചം കാണാൻ പോവാണ്. ഈ സൂര്യവെളിച്ചത്തിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്ന് പറയാൻ മനസ്സിലാവുന്ന ചില സമയം കൂടിയാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡെല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് മെല്ലെ യാത്ര തിരിക്കാനുള്ള പരിപാടിയാണ്. ഇതിനടുത്ത് തന്നെ സ്റ്റെപ്സ് ടു ഹെവൻ എന്ന് പറഞ്ഞുള്ളൊരു പോയിൻറ്റും കൂടി ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അതൊരു 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും ആ ഒരു സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കാണാൻ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.